ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ അതിക്രമം. സിഐയുടെ തല കസേര കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. സംഭവത്തിൽ കുളപ്പട സ്വദേശി യദു പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിരുന്നതായാണ് സംശയം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. വിവരങ്ങളുമായി വീണയാണ് ചേരുന്നത്. വീണ, ഇത് എന്താണ് പറയുന്നത്? ഇപ്പോൾ രാവിലെ തന്നെ മറ്റൊരു വാർത്ത, സമാനമായി ഒരു മദ്യപ സംഘത്തെ ചോദ്യം ചെയ്ത പോലീസുകാരെ അതിക്രൂരമായി യുവാക്കൾ ആക്രമിക്കുന്ന വാർത്ത നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ തിരുവനന്തപുരം ആര്യനാട് സമാനമായ മറ്റൊരു സംഭവം, കസേര കൊണ്ട് ആ സിഐയുടെ തല അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഈ പ്രതിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വീണ. അതിന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യുവാവ് അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുകയും സ്റ്റേഷന്റെ അകത്ത് വെച്ച് തന്നെ മദ്യക്കുപ്പി അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവ് അതിക്രമം കാട്ടിയതിനു ശേഷം ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള ആശുപത്രി കെട്ടിടത്തിലേക്ക് ഈ പ്രതി ഓടിക്കയറുകയായിരുന്നു. പ്രതിയെ പിന്തുടർന്ന് അവിടെ എത്തിയ സിഐയെ സമീപത്തുണ്ടായിരുന്ന ഇരുമ്പ് കസേര ഉപയോഗിച്ചാണ് തലയ്ക്കടിച്ചത്. തലയ്ക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഏറെ പ്രയാസപ്പെട്ട് മറ്റ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സ്ഥലത്തെത്തിച്ചാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. പ്രതി ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. എന്താണ് ആക്രമണം ഉണ്ടാകാനുള്ള കാരണം, പ്രതിയെ എന്ത് ആണ് പ്രകോപിപ്പിച്ചെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ പ്രതിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. 22 വയസ്സുള്ള യദു കൃഷ്ണൻ കുളപ്പട സ്വദേശിയാണ്. ഈ യുവാവാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയത്. അതിര. ശരി വീണ, അങ്ങനെ വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവാണ് ഇത്തരത്തിൽ സിഐയുടെ തല അടിച്ചു പൊട്ടിച്ചത്. മറ്റു കാരണങ്ങളൊന്നുമല്ല, മദ്യപിച്ചിരുന്നു, അത്ര തന്നെ. അപ്പോൾ ഈ മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇത്രമാത്രം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മദ്യപന്മാരുടെ വിളയാട്ടമാണ് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാതെ വയ്യ.